എന്റെ തെറ്റ് തന്നെയാ. അവളെ അത്രയ്ക്ക് അങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ലായിരുന്നു. അകലം പാലിക്കണമായിരുന്നു. ദേവിയുടെ കാര്യം പറയാനാണോ നമ്മളിവിടെ ഇരിക്കുന്നത്? മീരയെ കുറിച്ച് പ്രധാനമായ എന്തോ എന്നെ അറിയിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് പറയാതെ ചുമ്മാ വഴക്കുണ്ടാക്കി. അത് ശരി, ഞാനായിട്ടാണോ പ്രശ്നം ഉണ്ടാക്കിയേ? അവളോട് പറഞ്ഞല്ലേ ചായ ഇപ്പൊ വേണ്ടാന്ന്. അപ്പൊ പിന്നെ എന്തിനാ അവള് ഷോ കാണിച്ചത്? ദേവി ഷോ കാണിച്ചതാട്ടെ, എനിക്ക് തോന്നിയിട്ടില്ല. ഷോ കാണിച്ചത് മുഴുവനെ മീരയാ. നീ എന്താ പറഞ്ഞേ? ഇതൊരു സീനാക്കിയതേ മീരയാണെന്ന്. എന്നുവെച്ചാ അവളിങ്ങനെ വാതിൽ ചവിട്ടി പൊളിക്കുന്നത് ഒരു കുഴപ്പമില്ലെന്നാണോ? ഇനിയെങ്കിലും നീ മനസ്സിലാക്ക്, നന്ദൻ വിവാഹം കഴിക്കാൻ പോകുന്നത് മീരയാ. വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പൊ തന്നെ അച്ഛനെയും കൂട്ടി നീ ഇവിടുന്ന് ഇറങ്ങിക്കോ, അതാ നല്ലത്. ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാ ഞാൻ നിനക്ക് കുറച്ചു കാലം ജീവിക്കാനുള്ള കാശ് തരും. ഇല്ലെങ്കിൽ നന്ദൻ തന്നെ നിന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും. തപസ് ചെയ്താലും ഇനി നിനക്ക് നന്ദനെ കിട്ടില്ല. ഇനിയെങ്കിലും എന്റെ മോനെയും ഭാര്യയും ശല്യം ചെയ്യാതെ ഇവിടുന്ന് ഒന്ന് ഇറങ്ങിപ്പോയിക്കൂടെ? നന്ദ, പല കാരണങ്ങൾ കൊണ്ടും ഞാൻ ആകെ മനസ്സ് തകർന്നു നിൽക്കുക. ഒരാശ്രയം പോലെ എന്റെ മുമ്പിൽ ഇപ്പൊ നന്ദ മാത്രമേ ഉള്ളൂ. നന്ദനോടെല്ലാം പറഞ്ഞ് മനസ്സ് ശാന്താക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. അപ്പൊ നന്ദനും എന്നെ കൈവിട്ട് കളയാണല്ലേ? കല്യാണം കഴിക്കാൻ പോകുന്ന എന്നേക്കാ വില എന്നെ എതിർക്കുന്ന ആ ജോലിക്കാരിക്ക് കൊടുക്കുവാണല്ലേ? നന്ദ നന്ദാന്ന് വിളിച്ച് ഞാൻ എത്ര പുറകെ നടന്നാലും നന്ദ മൈൻഡ് പോലും ചെയ്യാറില്ല. പല സന്ദർഭങ്ങളിലും അവക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്യും. ഇപ്പോഴും എന്നെ തള്ളി പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? അത് ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ? മീരയെ കാണിച്ചു കൂട്ടുന്നതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവുന്നില്ല. നിസ്സാര കാര്യങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുക, പാതിരാത്രി വീട് വിട്ടു പോവുക, ചില സമയത്ത് എല്ലാവരോടും അമിത സ്നേഹം, ചില സമയത്ത് അവഹേളിക്കല്. ഇപ്പതാ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു വിഷയത്തെ ആഗോള പ്രശ്നമാക്കി മാറ്റിയിരിക്കുന്നു. അപ്പൊ ഞാനാ തെറ്റുകാരിയല്ലേ? അല്ല, ഞാനാ തെറ്റിയത്. മീരയ്ക്ക് അമിത സ്വാതന്ത്ര്യം തന്നു, അതെന്റെ തെറ്റാ. അതങ്ങ് ഞാൻ എത്രയും പെട്ടെന്ന് തിരുത്തിക്കൊള്ളാം. എന്താ നന്ദൻ എന്താ ഇപ്പൊ പറഞ്ഞേ? മീര, ഇനിയിപ്പോ നമ്മൾ തമ്മിൽ സംസാരിച്ചാൽ ശരിയാവില്ല. ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട്, പ്ലീസ്. ഇപ്പൊ വേണ്ട. ഇങ്ങനെ ഈ മുറിയിൽ വെച്ച് സംസാരിക്കത്തക്ക ബന്ധമല്ല നമ്മൾ തമ്മില്. നന്ദ, എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞാ മതി എന്ത് കാര്യവും. ദേവി എവിടെ? അവളെ അന്വേഷിച്ച് നടക്കലല്ല എന്റെ ജോലി. മീര നിന്നോട് എന്താ സംസാരിച്ചത്? മീര പറയുന്ന കേക്കലല്ല എന്റെ ജോലി. നന്ദ, അധികം വൈകാതെ എല്ലാരും അമ്മയുടെ തനി നിറം അറിയും. മീരയ്ക്ക് എന്നോടെന്തോ പറയാനുണ്ടെന്ന്. എനിക്കും പറയാനുണ്ട്. മീരയോട് മാത്രമല്ല, ഇവിടെ എല്ലാവരോടും.